അങ്കമാലിയിൽ ഒരാളെ കൊലപ്പെടുത്തിയ വലിയ ആശങ്കയുണ്ടാക്കിയ സാഹചര്യങ്ങൾ ഇപ്പോൾ അവിടെ നമുക്ക് ആനയെ തളച്ചു എന്ന വിവരങ്ങളാണ് വരുന്നത്. ആനയെ തളച്ച ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് മയ്യനാട് പാർത്ഥസാരഥി എന്ന ആന മണിക്കൂറുകളോളം ആളുകളെ മുൾമുനയിൽ നിർത്തിയിരുന്നു, ആശങ്കയിൽ നിർത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആനയെ തളച്ചിരിക്കുന്നു. മയക്കുവെടി വെച്ച ശേഷമാണ് ആനയെ തളച്ചിരിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ നൽകാൻ വിഷ്ണു സുരേഷ് ഉണ്ട് നമ്മളോടൊപ്പം. വിഷ്ണു, പറയൂ. ജി.കെ, നിലവിൽ ആനയുടെ കാലിൽ വടം കെട്ടി അത് തെങ്ങിനോട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആനയെ തളച്ചു എന്ന് പ്രാഥമികമായി ഉറപ്പിച്ച് പറയാനാകും. പക്ഷേ ഒരു കെട്ടുകൂടി സാധാരണ കെട്ടാറുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അത് ആ ചങ്ങലയിലേക്ക് ബന്ധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ആന പൂർണ്ണമായും കീഴടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ശാന്തനായിട്ടില്ല. അതുകൊണ്ട് അതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഒരു കാലിൽ കയറിട്ട് അത് തെങ്ങിനോട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ മറ്റിടങ്ങളിലേക്കൊന്നും പോകില്ല. അല്ലെങ്കിൽ അത്രയും ആന വീണ്ടും ഓടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുകയാണ്. പക്ഷേ അത് മയക്കുവെടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ കാല് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചിത ഒരു പരിധിയിൽ മാത്രമേ അതിനിപ്പോൾ ഓടാൻ പറ്റുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഓടാൻ പറ്റില്ല. നേരത്തെ ഈ ക്ഷേത്രത്തിന് വാതിക്കെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ ഇങ്ങോട്ടൊക്കെ ആന വന്നാണ് ഇവിടെ പരിഭ്രമം സൃഷ്ടിച്ചത്. പക്ഷേ ഇപ്പോൾ ആ തെങ്ങിൽ ഒരു വടത്തിൽ ആനയുടെ കാല് കെട്ടിയിട്ടുണ്ട്. ഇനിയും മറ്റു ഒരു കാലിൽ കൂടി, രണ്ടാമത്തെ കാലിൽ കൂടി അതേപോലെ ബന്ധിച്ച ശേഷം ആനയെ പൂർണ്ണമായും തളച്ച രീതിയിലേക്ക് പോകും. മയക്കുവെടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആലസ്യം ആനയ്ക്കുണ്ട്. അല്പസമയത്തിനകം തന്നെ ആന തളർന്നു വീഴും, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഒന്നുകൂടി മയക്കുവെടി വെക്കാമെന്നാണ് MLA അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത്. ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളായിരുന്നു ഇവിടെ കഴിഞ്ഞ ഒരു 3.5 മണിക്കൂറായി ഉണ്ടത്. അതിനൊക്കെ വിരാമമായിരിക്കുന്നു. മയ്യനാട് പാർത്ഥസാരഥി സൃഷ്ടിച്ച ആശങ്കകൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ വിരാമം അതിൻ്റെ അവസാന മണിക്കൂറിലേക്ക്, അവസാന നിമിഷങ്ങളിലേക്ക് എത്തുകയാണ്. RRT സംഘവും എലിഫന്റിന്റെ സ്പെഷ്യൽ ടാസ്ക് സംഘവും ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി ഒറ്റ കാര്യം കൂടിയാണ് ഇനി ചെയ്യാനുള്ളത്. ഒരു കാര്യം മാത്രം. അത് രണ്ടാമതൊരു ഇപ്പോൾ ബന്ധിച്ചിരിക്കുന്ന പോലെ രണ്ടാമത് മറ്റൊരു വടം, ആ വടം അവിടെ തയ്യാറാണ്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് ആ ചങ്ങലയോട് ബന്ധിപ്പിച്ച് അവിടെ അത് കെട്ടിയിടുക എന്നുള്ളത് മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. അതിൻ്റെ നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. ജീവൻ പണയപ്പെടുത്തിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് എലഫന്റ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ഈ ആനയുടെ മറ്റ് പാപ്പാന്മാരും അതോടൊപ്പം ഈ പോലീസുകാരും ഒക്കെ നിന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ നാട്ടുകാർക്കും വലിയ അഭിനന്ദനം. കാരണം നാട്ടുകാർ വളരെ കൃത്യമായി തന്നെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഒരുക്കി നൽകി. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഇത്രയും ഈ മണിക്കൂറിലെങ്കിലും പൂർത്തിയാക്കാൻ സാധിച്ചത്. അവരുടെ എല്ലാം സഹകരണം കൊണ്ടുകൂടിയാണ്. ഇവിടെ തൊഴിക്കുന്നതിന് വേണ്ടി മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് എത്തുന്ന ആനകളെ ഇവിടെ എത്തി തൊഴിക്കുന്ന ഒരു പതിവുണ്ട് എന്നാണ് റോജി എം ജോൺ MLA പറയുന്നത്. അങ്ങനെ എത്തിച്ച ആനയാണ് രാവിലെ 9:30 മുതൽ ഇവിടെ അസാധാരണമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. അത് ആദ്യം അതിൻ്റെ ഒരു ലോറി ഡ്രൈവറെ കുത്തി കൊലപ്പെടുത്തുന്നു. അതിനുശേഷം പാപ്പാനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു. പിന്നാലെ ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ തകർത്തെറിയുന്നു. ഏറ്റവും ഒടുവിൽ മയക്കുവെടി വെക്കാൻ ഒരു 3.5 മണിക്കൂർ ശേഷം മയക്കുവെടി വെച്ച ശേഷം പതിയെ ശാന്തനാവുകയാണ്. പൂർണ്ണമായും ശാന്തനായിട്ടില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ അല്പസമയം മുമ്പ് പോലും കണ്ടു. അത് ഈ വീണ്ടും ടൈ ചെയ്യാനുള്ള ശ്രമത്തിനിടെ ആന പുറകോട്ട് ഓടുന്നതൊക്കെ നമ്മൾ കണ്ടു. ആന ഇപ്പോൾ ആ മരത്തോട്, ആ തെങ്ങിനോട് ചേർന്ന് ചാരി നിൽക്കുകയാണ്. അത് വയ്യാതെയാകുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് അതിൽ കാര്യമായി പ്രകടമാകുന്നുണ്ട്. മയക്കുവെടിയുടെ ഒരു എഫക്റ്റ് അതിനോട് ചാരി നിൽക്കുകയാണ്. നേരത്തെ മയക്കുവെടി കൊണ്ട ശേഷവും ഒക്കെ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ തെങ്ങിനോട് ചാരി. ഏതായാലും ആശങ്കയുടെ മണിക്കൂറുകൾ ഇപ്പോൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കൊല്ലം മയ്യനാട് പാർത്ഥസാരഥി എന്ന ഒരാളെ ചവിട്ടിക്കൊന്ന ഇടഞ്ഞു നിന്നിരുന്ന ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ മയക്കുവെടി വെച്ച ശേഷമാണ് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കാലിൽ ഇപ്പോൾ വടം കെട്ടിയിട്ടുണ്ട്. മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയെ അവിടെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. കൊല്ലം കിടങ്ങൂർ ക്ഷേത്രത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. ക്ഷേത്ര പരിസരത്ത് ആളുകൾ പരിഭ്രാന്തിയിലായിരുന്നു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി. ആനയെ ഒരു തരത്തിലും നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇപ്പോൾ മാറിയിരിക്കുന്നു. മയക്കുവെടി വെച്ച ശേഷം ആന ശാന്ത രൂപത്തിലേക്ക് എത്തുകയും പിന്നീട് കാലിൽ വടം കെട്ടി ഇപ്പോൾ ആനയെ തളയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മയ്യനാട് പാർത്ഥസാരഥി ഇതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആനയല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഒരാൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആനയെ കൊണ്ടുവന്ന ലോറിയിലെ തന്നെ ഡ്രൈവറാണെന്ന് തോന്നുന്നു വിഷ്ണുവിനെ ചവിട്ടിക്കൊല്ലുകയാണ് ചെയ്തത്. ആനയെ ഇപ്പോൾ തളച്ചിട്ടുണ്ട്. ഭീതി നിറഞ്ഞു നിന്നിരുന്ന അന്തരീക്ഷത്തിന് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നു. വിഷ്ണു സുരേഷ് തങ്ങളുടെ പ്രതിനിധിയാണ് സംഭവ സ്ഥലത്തെത്തി ഈ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.